അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്മയുടെയും അറിവിൻ്റെയും ഈ വിജ്ഞാന സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് നിറവേറ്റിത്തരട്ടെ, ആമീൻ. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ സ്ത്രീയുടെ സ്ഥാനവും അവളുടെ സുരക്ഷിതത്വവും ഏറെ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കുടുംബത്തിന്റെ നെടുന്തൂണായ സ്ത്രീ തന്റെ തണലിലും സംരക്ഷണത്തിലും വളരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. സമാധാനപൂർണമായ ഒരു വീട് കെട്ടിപ്പടുക്കുന്നതിൽ അവൾക്കുള്ള സ്വാധീനം പരിഗണിച്ചാണ് ഇസ്ലാം ചില കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വീട് എന്നത് വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് അള്ളാഹുവിന്റെ തണലും സമാധാനവും വർഷിക്കുന്ന ഒരിടമാണ്. അനാവശ്യമായ കാരണങ്ങളില്ലാതെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനല്ല, മറിച്ച് അവളുടെ മാന്യതയും പവിത്രതയും സംരക്ഷിക്കാനാണ് എന്ന് നാം തിരിച്ചറിയണം. പുറം ലോകത്തെ തിരക്കുകളിലേക്കും അനാവശ്യമായ കാഴ്ചകളിലേക്കും ഒരു സ്ത്രീ ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് പലപ്പോഴും മാനസികമായ അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. തന്റെ വീടിനുള്ളിലെ ശാന്തതയിൽ അവൾക്ക് ലഭിക്കുന്ന ആത്മീയമായ ഉണർവ് പുറത്തെ തിരക്കുകളിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓരോ കാൽവെപ്പിലും സൂക്ഷ്മത പുലർത്തേണ്ട ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം വീടാണ് ഏറ്റവും സുരക്ഷിതമായ കോട്ട. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകകളിൽ സ്ത്രീയുടെ ഗൃഹാന്തരീക്ഷത്തിലെ പങ്ക് വളരെ വലുതാണ്. വീടിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ അള്ളാഹുവെ സ്മരിക്കാനും പ്രാർത്ഥനകളിൽ മുഴുകാനും അവൾക്ക് സാധിക്കുന്നു. ഇത് അവളുടെ മനസ്സിനെ കൂടുതൽ തെളിച്ചമുള്ളതാക്കുകയും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിലെ ഉത്തമ വനിതകളായ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവർ അറിവ് പകരാനും മറ്റും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും അതെല്ലാം കൃത്യമായ ലക്ഷ്യത്തോടും മര്യാദകളോടും കൂടിയായിരുന്നു. അനാവശ്യമായ കറക്കങ്ങളും ലക്ഷ്യമില്ലാത്ത യാത്രകളും ഒരു വിശ്വാസിനിയുടെ വ്യക്തിത്വത്തിന് ചേർന്നതല്ല എന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. ഒരു സ്ത്രീ വീടിന് പുറത്തിറങ്ങുമ്പോൾ അവൾ പലവിധത്തിലുള്ള പരീക്ഷണങ്ങളെയും നേരിടേണ്ടി വരുന്നു. അന്യപുരുഷന്മാരുടെ നോട്ടങ്ങളും മോശമായ സാഹചര്യങ്ങളും അവളുടെ മനസ്സിനെ അലോസരപ്പെടുത്തിയേക്കാം. ഇത്തരം തിന്മകളിൽ നിന്ന് അവളെ അകറ്റി നിർത്താനാണ് ഇസ്ലാം വീടിനുള്ളിലെ ജീവിതത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. മാതാവ് എന്ന നിലയിൽ ഒരു സ്ത്രീ വീട്ടിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അവളുടെ മക്കൾക്ക് വലിയ പാഠങ്ങളാണ് നൽകുന്നത്. ഉമ്മയുടെ സാമീപ്യം കുട്ടികളിൽ സുരക്ഷിത ബോധം വളർത്തുന്നു. പുറത്തെ ലോകത്തെ തിരക്കുകളിൽ മുഴുകി ഉമ്മമാർ വീട്ടിലില്ലാതാകുമ്പോൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അത് വിള്ളലുകൾ വീഴ്ത്തിയേക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതം പരിശോധിച്ചാൽ ലളിതമായ ജീവിതവും വീടിനുള്ളിലെ കൃത്യമായ ഉത്തരവാദിത്തങ്ങളും എങ്ങനെയാണ് ഒരു സ്ത്രീയെ ഉത്തമയാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ മുഴുകാതെ തന്റെ പരലോക വിജയത്തിനായി വീടിനെ ഒരു ഇബാദത്ത് കേന്ദ്രമാക്കുകയായിരുന്നു അവർ ചെയ്തത്. മറ്റു പ്രവാചകന്മാരായ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം എന്നിവരുടെ ചരിത്രങ്ങളിലും അവരുടെ കുടുംബത്തിലെ സ്ത്രീകൾ പുലർത്തിയ സൂക്ഷ്മതയും ലജ്ജയും എടുത്തു പറയുന്നുണ്ട്. ലജ്ജ എന്നത് ഒരു സ്ത്രീയുടെ ആഭരണമാണ്. ആ ആഭരണം കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം വീട് തന്നെയാണ്. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ പാലിക്കേണ്ട ഹിജാബിന്റെയും മര്യാദകളുടെയും ലക്ഷ്യം തന്നെ അവരെ ഒരു വിപണന വസ്തുവായി കാണാതിരിക്കാനാണ്. വീടിനുള്ളിൽ അവൾ ഒരു രാജ്ഞിയാണ്. എന്നാൽ പുറത്തിറങ്ങുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ അവളെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണാൻ സാധ്യതയുണ്ട്. ആ നോട്ടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വീടിനുള്ളിലെ ജീവിതം സഹായിക്കുന്നു. സമൂഹത്തിൽ ഇന്നുണ്ടാകുന്ന പല അരാജകത്വങ്ങൾക്കും കാരണം കുടുംബ ബന്ധങ്ങളിലെ ശൈഥില്യമാണ്. സ്ത്രീ വീടിന്റെ ഐശ്വര്യമായി അവിടെ നിലകൊള്ളുമ്പോൾ ആ കുടുംബം കെട്ടുറപ്പുള്ളതാകുന്നു. പുറത്തെ മോഹവലയങ്ങളിൽ അകപ്പെട്ട് വീടിനെ അവഗണിക്കുമ്പോൾ അവിടെ സമാധാനമില്ലാതാകുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്കായി സ്ത്രീകൾക്ക് പുറത്തു പോകാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. എന്നാൽ അത് കൃത്യമായ നിബന്ധനകൾക്ക് വിധേയമായിരിക്കണം. അന്യപുരുഷന്മാരുമായി ഇടപഴകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കി തന്റേതായ സംരക്ഷണ വലയത്തിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം ആ യാത്രകൾ. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുന്ന ഒരു സ്ത്രീ തന്റെ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് പ്രധാനമാണ്. അനാവശ്യമായ ചർച്ചകളിലും കൂട്ടുകൂടലുകളിലും ഏർപ്പെടാനായി പുറത്തു പോകുന്നത് അവളുടെ വിലപ്പെട്ട സമയം നശിപ്പിക്കുന്നു. ആ സമയം വീടിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോൾ
അവൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നു. മറിയം അലൈഹിസ്സലാം തന്റെ ജീവിതം അള്ളാഹുവിനായി സമർപ്പിച്ചത് നമുക്ക് വലിയൊരു ഉദാഹരണമാണ്. ഏകാന്തതയിലും ആരാധനയിലും അവർ കണ്ടെത്തിയ സമാധാനം മറ്റൊരിടത്തും അവർക്ക് ലഭിച്ചിരുന്നില്ല. തന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ പുറം ലോകത്തിന്റെ കോലാഹലങ്ങൾ ആവശ്യമില്ലെന്ന് അവരുടെ ജീവിതം പഠിപ്പിക്കുന്നു. ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ പിശാച് അവളെ പിന്തുടരുമെന്ന പ്രവാചക വചനം വളരെ ഗൗരവമുള്ളതാണ്. ഇത് സ്ത്രീയെ മോശമാക്കാനല്ല, മറിച്ച് സാത്താൻ സ്ത്രീയെ ഒരു ആയുധമാക്കി സമൂഹത്തിൽ ഫിത്നകൾ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന മുന്നറിയിപ്പാണ്. ആ കെണിയിൽ വീഴാതിരിക്കാൻ അവൾ ശ്രദ്ധാലുവാകണം. കുടുംബനാഥൻ എന്ന നിലയിൽ പുരുഷന് സ്ത്രീയുടെ സംരക്ഷണ ചുമതല അള്ളാഹു നൽകിയിട്ടുണ്ട്. അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിർവഹിച്ചു നൽകാൻ അവൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ജീവിക്കാനായി പുറത്തിറങ്ങി കഷ്ടപ്പെടേണ്ട സാഹചര്യം ഇസ്ലാം അവൾക്ക് നൽകുന്നില്ല. പകരം ആദരവോടെ വീട്ടിലിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു. ലോകം മാറുമ്പോൾ മൂല്യങ്ങളും മാറുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾക്ക് മാറ്റമില്ല. കാലത്തിനനുസരിച്ച് വേഷത്തിലും നടപ്പിലും മാറ്റം വരുത്തിക്കൊണ്ട് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ യഥാർത്ഥത്തിൽ തങ്ങളുടെ ആത്മീയമായ അടിത്തറയാണ് തകർക്കുന്നത്. വീട്ടിലിരിക്കുന്ന സ്ത്രീ വിജ്ഞാനം ഇല്ലാത്തവളാണെന്ന ധാരണ തെറ്റാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വീട്ടിലിരുന്നു കൊണ്ടാണ് ലോകത്തിന് മുഴുവൻ മാതൃകയായ വിജ്ഞാനം പകർന്നു നൽകിയത്. വിജ്ഞാനം തേടാനും വളരാനും നാൽക്കവലകളിൽ ഇറങ്ങി നിൽക്കേണ്ടതില്ല എന്ന് ചുരുക്കം. സ്ത്രീയുടെ സ്വരം പോലും മറ്റുള്ളവർക്ക് ആകർഷണമാകാത്ത രീതിയിൽ സൂക്ഷിക്കണമെന്ന് മതം അനുശാസിക്കുന്നു. അത്രമേൽ സുരക്ഷിതമായിരിക്കണം അവളുടെ സാന്നിധ്യം. പുറം ലോകത്ത് ഈ സൂക്ഷ്മത പാലിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഏറെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ വീടാണ് അവൾക്ക് ഏറ്റവും അനുയോജ്യം. സത്യവിശ്വാസിനികൾ തങ്ങളുടെ റബ്ബിന്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്നവരാണ്. അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് പ്രവർത്തിക്കുന്നതിലാണ് യഥാർത്ഥ വിജയം. ഭൗതികമായ ആനന്ദത്തേക്കാൾ പരലോകത്തെ ശാശ്വതമായ സമാധാനമാണ് ഓരോ സ്ത്രീയും ലക്ഷ്യം വെക്കേണ്ടത്. ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീയെ ബന്ധനത്തിലാക്കാനല്ല, മറിച്ച് അവളെ അങ്ങേയറ്റം ബഹുമാനിക്കാനാണ് നിലകൊള്ളുന്നത്. ഒരു മുത്തിന് ചിപ്പിക്കുള്ളിൽ എത്രത്തോളം സുരക്ഷിതത്വമുണ്ടോ അത്രത്തോളം സുരക്ഷിതത്വവും മൂല്യവും ഒരു സ്ത്രീക്ക് അവളുടെ വീടിനുള്ളിലുണ്ട്. അനാവശ്യമായ പുറത്തുപോക്കുകൾ ഒഴിവാക്കി തനിക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു സ്ത്രീ ഇരുകൈകളാലും സ്വർഗം സ്വീകരിക്കുന്നവളായി മാറും. തന്റെ മര്യാദകളും വിശ്വാസവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന അവൾ സമൂഹത്തിന് തന്നെ ഒരു വലിയ പ്രകാശമാണ്. വിശ്വാസികളുടെ മാതാവായ സൗദ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ ഒരു സന്ദർഭം ഏറെ ചിന്തനീയമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയതിനു ശേഷം പല ഉമ്മുൽ മുഅ്മിനീങ്ങളും ഹജ്ജിനും ഉംറയ്ക്കും മറ്റുമായി യാത്രകൾ പോകാറുണ്ടായിരുന്നു. എന്നാൽ സൗദ റളിയല്ലാഹു അൻഹ തന്റെ വീടിനുള്ളിൽ തന്നെ കഴിയാനാണ് ഇഷ്ടപ്പെട്ടത്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി ഹൃദയസ്പർശിയായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആനിലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കുക എന്ന കൽപ്പന താൻ ഗൗരവമായി എടുക്കുന്നുവെന്നും ഹജ്ജും ഉംറയും താൻ നിർവഹിച്ചു കഴിഞ്ഞതിനാൽ ഇനി തന്റെ മരണം വരെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് വീട്ടിൽ തന്നെ കഴിയാനാണ് ആഗ്രഹമെന്നും അവർ വ്യക്തമാക്കി. തന്റെ റബ്ബിന്റെ കൽപ്പനയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വീടിനുള്ളിലെ ജീവിതത്തെ അവർ അത്രമേൽ സ്നേഹിച്ചിരുന്നു. രാത്രിയിൽ നഗരപ്രദക്ഷിണം നടത്തുന്നതിനിടയിൽ ഒരു വീടിനുള്ളിൽ നിന്ന് ഉമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കാനിടയായി. പാലിനൊപ്പം വെള്ളം ചേർത്ത് വിൽക്കാൻ ഉമ്മ മകളോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ഖലീഫ വിലക്കിയിട്ടുണ്ടെന്നും അള്ളാഹു നമ്മെ കാണുന്നുണ്ടെന്നും പറഞ്ഞ് ആ പെൺകുട്ടി അത് നിരസിച്ചു. ആരെയും കാണിക്കാനല്ല, മറിച്ച് തന്റെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലും അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആ പെൺകുട്ടിയുടെ സ്വഭാവ മഹിമ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏറെ ആകർഷിച്ചു. പുറം ലോകത്തിന്റെ കണ്ണുകളിൽ പെടാതെ വീട്ടിലിരുന്ന് തന്റെ ഈമാൻ കാത്തു സൂക്ഷിച്ച ആ പെൺകുട്ടിയെയാണ് അദ്ദേഹം തന്റെ മകന് വധുവായി തെരഞ്ഞെടുത്തത്. ഒരു സ്ത്രീ തന്റെ വീടിനെ കേവലം ഒരു വാസസ്ഥലമായല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രീതി തേടാനുള്ള ഒരു പുണ്യകേന്ദ്രമായാണ് കാണേണ്ടത്. മുത്തിന് അതിന്റെ കവചം എങ്ങനെയോ അതുപോലെയാണ് വിശ്വാസിനിക്ക് അവരുടെ വീട് നൽകുന്ന സുരക്ഷയും ആദരവും. പുറം ലോകത്തെ വർണ്ണാഭമായ കാഴ്ചകളിലും താൽക്കാലികമായ ആനന്ദങ്ങളിലും മുഴുകി തന്റെ യഥാർത്ഥ മൂല്യം അവൾ മറന്നുപോകരുത്. ഓരോ കാൽവെപ്പിലും ലജ്ജയും സൂക്ഷ്മതയും കൈമുതലാക്കിയ മുൻഗാമികളായ വനിതകൾ നമുക്ക് വലിയ മാതൃകകളാണ്. അനാവശ്യമായ യാത്രകളും
കൂടിച്ചേരലുകളും ഒഴിവാക്കുന്നതിലൂടെ ഒരു സ്ത്രീ തന്റെ ആത്മീയമായ ഔന്നത്യമാണ് ഉയർത്തുന്നത്. വീടിനുള്ളിലെ സമാധാനപൂർണമായ ജീവിതം മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും കുടുംബത്തിന്റെ ഐശ്വര്യത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. അള്ളാഹു കൽപ്പിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്റെ ജീവിതം ക്രമീകരിക്കുന്നവൾക്ക് ദുനിയാവിലും പരലോകത്തിലും പരാജയപ്പെടേണ്ടി വരില്ല. ഓരോ പെൺകുട്ടിയും തന്റെ ലജ്ജയെ ആഭരണമായി കാണുകയും വീടിനെ ഒരു ഇബാദത്ത് കേന്ദ്രമായി മാറ്റുകയും ചെയ്യുമ്പോൾ അവിടെ സ്വർഗീയമായ അന്തരീക്ഷം സംജാതമാകുന്നു. പുറത്തെ തിരക്കുകളിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള തന്റെ വ്യക്തിത്വത്തെ വീടിന്റെ സുരക്ഷിതത്വത്തിൽ അവൾക്ക് സംരക്ഷിക്കാം. ഈ തിരിച്ചറിവ് ഓരോ വിശ്വാസിനിയിലും ഉണ്ടാകുമ്പോഴാണ് ഉത്തമമായ ഒരു സമൂഹം വാർത്തെടുക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുൻഗണന നൽകുന്ന ജീവിതമെന്നും പ്രകാശപൂർണമായിരിക്കും. മാന്യതയുടെയും ലജ്ജയുടെയും പാതയിൽ നടന്നു നീങ്ങുന്ന ഓരോ സ്ത്രീയും ഈ ലോകത്തിന് ഒരു അനുഗ്രഹമാണ്. സ്വന്തം വീടിന്റെ അതിരുകൾക്കുള്ളിൽ നിന്ന് ലോകത്തിന് നന്മയുടെ പാഠങ്ങൾ പകർന്നു നൽകാൻ അവൾക്ക് സാധിക്കുന്നു.